ഇതിന്റെ അകത്തെ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തോന്നുന്നത് പോലെ അങ്ങ് പറഞ്ഞൊരു കഥ ഉണ്ടാക്കി ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ 4 പേര് കാണും, കുറച്ച് ഹിറ്റും കിട്ടും. അത് വേറെ ആരെങ്കിലും കോപ്പി ചെയ്യും. ആ ഒരു ലൈനിലാണ് ഇപ്പൊ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് നമ്മൾ ഒരാൾ കേട്ട് കഴിഞ്ഞ് ഇതിനൊരു ലോജിക്ക് വേണമല്ലോ. ഏത് കയറ് വെച്ചിട്ടാണ് കെട്ടി വരിഞ്ഞിട്ടത്, ഏത് ക്ലിപ്പിട്ടാണ് പിടിച്ചത്, ആ ക്ലിപ്പിനൊരു പേരില്ലേ, ആ പേര് പറയുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറുള്ള പൊതുവെയുള്ള കാര്യം. ആ ക്ലിപ്പിന്റെ കാര്യം പറഞ്ഞ അതിന് ഒരു ലോജിക് ഉണ്ട്. ഈ ഉത്തം സീരീസും വിരുഭാഷ സീരീസുമായിട്ടുള്ള വ്യത്യാസം അത് രണ്ടും AES റഡാറാണ്. ഗാലിയം ആർസനൈഡ് ഉള്ളത് ഉത്തം സീരീസ്, ഉത്തം മാർക്ക് 2 ഇറക്കിയിട്ടുണ്ട് നമ്മൾ AES റഡാർ. പിന്നെ വിരുഭാഷ സീരീസ് ഇപ്പൊ ഇറക്കുന്നു. ഇത് വളരെ ലോജിക്കലായിട്ട് ഇങ്ങനെ ഒരു കഥ ബിൽഡ് ചെയ്ത് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ വിൽ ഫോളോ ദാറ്റ് മോർ ഓർ ലെസ്. അതിനൊരു ലോജിക്ക് വേണം. ആ ഒരു ലോജിക്ക് നമ്മൾ എവിടെയെങ്കിലും നോക്കി കഴിയുമ്പോഴത്തേക്ക് അതിന് ഗാലിയം ആർസനൈഡ്, ഗാലിയം നൈട്രൈഡ് എന്നൊക്കെ പറഞ്ഞ് നോക്കി കഴിയുമ്പോഴാണ് നമ്മൾ ഓൾറെഡി ഉള്ളതാണ്, ഇതാണ് ഉത്തം സീരീസ് ആണ്, അത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ബാക്കിലത്തെ കഥ ഇതാണ് എന്ന് കേട്ടിട്ടില്ല. ഞാൻ ഈ വാർത്ത ആദ്യം കാണുന്നത് ഗാലിയം ആർസനൈഡും നൈട്രൈഡും തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഇതിങ്ങനെ ചർച്ച ഒരു പോയിന്റിലേക്ക് എത്താതെ, ഒരു തീരുമാനത്തിലേക്ക് എത്താതെ നിൽക്കുന്നു എന്നുള്ളതാണ്. അത് തപ്പിച്ചെന്ന് കഴിയുമ്പോഴാണ് ഉത്തമം വിരുഭാഷയും കാണുന്നത്. അതിനൊരു ബാക്ക് ട്രാക്ക് ചെയ്ത് കുറച്ചൊന്ന് പുറകോട്ട് ആലോചിച്ച് കഴിയുമ്പോഴത്തേക്കും ആണ് ഇതിന്റെ ഇത് കിട്ടുക. പക്ഷെ ഈ ലോക്ക് ഇട്ടു, ക്ലിപ്പ് ഇട്ടു എന്ന് പറയുന്നവരാരും ഈ ക്ലിപ്പിന്റെ പേര് പറയുന്നില്ല. എറിഞ്ഞു പിടിച്ചു, കാലവാച വിട്ടുപിടിച്ചു കെട്ടി ഈ തകർത്ത് കളഞ്ഞു, ഇന്ത്യ ബ്രിട്ടനെ ജയിച്ചു. പിന്നെ അതിന്റെ കൂട്ടത്തിൽ വരുന്ന അടുത്ത സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടൻ 47 വരെ നമ്മളെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടനെ നമ്മൾ ഇപ്പോൾ പിടിച്ചു കെട്ടി. മധുര പ്രതികാരം, മോർ ഓർ ലെസ് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്. കാണുന്നവൻ ചാടി വീഴും, അതാണ് പ്രശ്നം.